എപ്പ അനത്തി വെച്ച ചായ നിങ്ങളെന്താ ഈ ചായ എടുത്ത് കുടിക്കാഞ്ഞത്? കുഴമ്പ് മണക്കുന്ന ഗ്ലാസ്സിൽ എനിക്ക് ചായ വേണ്ട. ഒരു പാത്രത്തിൽ തൊടാൻ പറ്റത്തില്ല, മൊത്തം കുഴമ്പിന് മണം. അതിപ്പോ അമ്മൂമ്മ പരിചരിക്കുമല്ലയോ, അന്നേരം കുഴമ്പ് മണക്കും. എടി എന്തിനാണ് ഈ അമ്മൂമ്മയ്ക്ക് എപ്പോഴും കുഴമ്പിട്ട് കൊടുക്കുന്നത്? പിന്നെ വയ്യാതെ നടക്കുന്ന അമ്മൂമ്മയ്ക്ക് കുഴമ്പിടാതെ മൈലാഞ്ചിട്ട് കൊടുക്കാൻ പറ്റുമോ? ആണ്ട് കൂടുതൽ വർത്താനം പറയാതെ ഒരു 4 മീനെടുത്ത് പൊരിക്കാൻ അങ്ങോട്ട് വെക്കണേ. നല്ല കിടക്കാനായിട്ട് നല്ല മൂപ്പിച്ചൊരു പൊരിച്ചൊരു ഉച്ചക്കൊരു പിടി പിടിക്കണോ എനിക്ക്? മീൻ വറക്കാന് അല്ലാതെ മീൻ വറക്കത്തില്ല കേട്ടോ. മീൻ വറുത്തതിന്റെ മണം അടിച്ചു കഴിഞ്ഞാൽ എന്റെ അമ്മൂമ്മയ്ക്ക് തുമ്മല് വരും. ഒന്നാമത് ലവ് ബേർഡ്സ് ശ്വാസം വിടുന്ന പോലെ ഒരു ഇറ്റ് ശ്വാസത്തിലാണ് നിൽക്കുന്നത്. കടിച്ചു കയറി ഒരു തുമ്മ ഉള്ള ജീവനൊക്കെ പോയാൽ എന്തോ ചെയ്യും പറ നിങ്ങൾ. തുമ്മിയാ പോകുന്ന അമ്മൂമ്മയാന്ന് അങ്ങ് ബോട്ടർന്ന് വെക്കണോ? മൂക്കാന്ന് അങ്ങ് ബോട്ടർന്ന് വെക്കണോ? നിങ്ങൾ കൂടുതൽ സംസാരിക്കരുത്. ആ കിടക്കുന്നത് എന്റെ അമ്മയുടെ 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 അമ്മയാ. ടെമ്മിയമ്മയെന്നല്ല പറഞ്ഞത്, എന്റെ മുതുമുത്തശ്ശിയാ കിടക്കുന്നത്. എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് എന്റെ ദൈവമേ എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞാട്ടെ. ഗതികേടിന് ഞാൻ ഈ ലീവ് എടുത്ത് ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. എനിക്ക് മനസ്സിലായി നിങ്ങൾ ഈ പറയുന്നതിന്റെ അർത്ഥം. എനിക്ക് മനസ്സിലായി. എന്റെ അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു വേണം നിങ്ങൾക്ക് ഗൾഫിലോട്ട് പോകണം. അങ്ങനെ ഞാൻ നിങ്ങളെ ഗൾഫിലോട്ട് നമുക്കറിയാലോ ഗൾഫിൽ വിടുവല്ലോ എന്നുള്ള കാര്യം നമുക്കറിയാലോ. ഞാൻ ഗൾഫിൽ വിടത്തില്ലെന്ന്. പിന്നെ നീ എന്റെ പടയല്ലോ നോക്കടി. എന്തുവാ പിന്നെ നീ സത്യം പറഞ്ഞ നീ ഇവിടെ കാലിന് കൈക്കൂലി കൊടുത്ത് വെച്ചേക്കോല്ലോടി ഇവരെ മേലോട്ട് വിളിക്കാതിരിക്കാനെ കൊണ്ട്. നിനക്ക് ഇവിടെ എന്നെ പിടിച്ചു നിർത്തണം, എന്നിട്ട് നിന്റെ ചേടി വേല ചെയ്യിക്കണം. ഇവിടെ പണി എന്തോന്നറിയാമോ? ഇവക്ക് മുടിയിൽ ഞാൻ പിന്നു കുത്തി കൊടുക്കണം, ഇവിടെ കാലിൽ നഖം വെട്ടി കൊടുക്കണം, സാരിയുടെ പ്ലേറ്റ് പിടിക്കണം, തിന്നുന്ന പ്ലേറ്റ് കഴുകി വെക്കണം. അതിനോട് എന്നെ പിടിച്ചു നിർത്തിക്കുന്നത് ഇവിടെ അല്ലയോ? എന്ത് ഈ പറയുന്നത്? ഒരു ഭാര്യയുടെ കടമയാണോ അതൊക്കെ? മിറ്റം നോക്കുന്നത് തുണി കഴിയുന്നത് പിന്നെ ആര് ചെയ്യും? കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. അറിയാവോ എത്ര നാളെന്ന് പറഞ്ഞ് അങ്ങനെ കിടക്കുന്നത്? നമുക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? കൂടുതൽ സംസാരിക്കണ്ട, എനിക്ക് അറിയാം. അങ്ങോട്ടൊന്ന് തിരിയാനോ ഇങ്ങോട്ടൊന്ന് തിരിയാനോ, കൈയൊന്ന് പൊക്കാനോ കാലൊന്ന് പൊക്കാവനോ, എന്തിന് തല അങ്ങോട്ടൊന്നാക്കാനോ ഇങ്ങോട്ടൊന്നാക്കാനോ പറ്റാതെ കിടക്കും എന്റെ അമ്മൂമ്മ. അത്രേ ഉള്ളൂ. കൊല്ലത്തെ ഈ ഉത്സവത്തിന് ഫ്ലോട്ടൊക്കെ ഉണ്ടാക്കുന്ന JD ഗോപനുണ്ട്. ഉള്ളിയെ വിളിച്ചിട്ട് ഒരു 4 മോട്ടർ കൊണ്ട് ഫിറ്റ് ചെയ്യാൻ പറഞ്ഞാലോ? കളിയാക്കുമല്ലയോ? ആരോഗ്യം പോലും ഇല്ലാതെ കിടക്കുന്ന എന്റെ അമ്മൂമ്മ നിങ്ങൾ കളിയാക്കുമല്ലയോ? ആര് പറഞ്ഞ ആരോഗ്യമില്ലെന്ന്? ഈ അമ്മൂമ്മ കാണാൻ ബന്ധുക്കാരൊക്കെ വരും, എന്നിട്ട് 10-100 ഒക്കെ സന്തോഷത്തിന് കൈ വെച്ച് കൊടുക്കും. ഇങ്ങനെ ഒരു പിടി പിടിക്കും. ബാങ്കിന്റെ ലോക്കർ തൂവലിട്ടാ തുറക്കാൻ പറ്റും, പക്ഷെ ഇത് ആളെ പിടിച്ചാ വരത്തില്ല, ബലമില്ല പോലും. ഈ കയ്യിലിങ്ങനെ പൈസ അടുക്കി വെച്ചേക്കുന്ന കാണാം. കണ്ടക്ടറായിരുന്നോ നിന്റെ അമ്മ? ആയിരുന്നോ? ഇതിന്റെ ഇടയ്ക്ക് ഇസ്കാൻ നോക്കിയല്ലയോ? പിന്നെ വീട്ടിലും ഒക്കെ 2 മാസം കൊണ്ട് ശമ്പളം ഇരിക്കത്തേ ഉള്ളൂ, നിങ്ങളുടെ പുതിയ മനസ്സിരിക്കത്തേ ഉള്ളൂ. അതൊക്കെ എന്റെ അമ്മൂമ്മ എനിക്ക് ആവശ്യമുള്ളപ്പോ തരും, ഞാനത് ആവശ്യം പോലെ വിനിയോഗിക്കും. ഒരിക്കൽ പറഞ്ഞ എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുന്നവരെ പിരിവിനിരുത്തിയേക്കോ നീ അവിടെ ഇല്ലയോ? എനിക്ക് ഗൾഫിൽ പോകണമെന്നാ പറഞ്ഞത്. എനിക്ക് എന്റെ ജോലി നഷ്ടപ്പെട്ട് പോയില്ലെങ്കിൽ. ഞാൻ ഒരു കാര്യം പറയട്ടെ, 105 വയസ്സുണ്ട്. അവരെങ്ങനെയാലും അങ്ങ് പൊക്കോട്ടെ. ഇനി എന്തിനാണ് നിറയിപ്പിക്കുന്നേ? പറയുന്ന മനസ്സിലാക്കണി. അതെന്താന്നറിയാവോ? എന്ത്? ഒരേപോലെ അമ്മൂമ്മ ഇങ്ങനെ കിടക്കുമല്ലോ ചേട്ടാ. അത് മാത്രമല്ല, നിങ്ങളുള്ള ഇവിടെ ഉള്ള ധൈര്യത്തില ഞാൻ പുറത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പോകുന്നത്. അപ്പൊ നിനക്കറിയാമേ ഇവിടെ മനുഷ്യർ വെളിയിലോട്ട് ഇറങ്ങിയാലേ ഇവിടെ ജീവിക്കാൻ പറ്റുന്നുള്ളൂ അറിയാമേ? അതറിയാം. അപ്പൊ നീ ഒരു കാര്യം ചെയ്യണം, ഒരു പെണ്ണിനെ ഹോം നേഴ്സായിട്ട് കൊണ്ട് നിർത്തണം. നിങ്ങൾ പോയി കഴിയുമ്പോ അല്ല ഞാനിവിടെ കാണും, നിനക്ക് വെളിയിൽ പോകാം. കാരണം ഹോം നേഴ്സ് ജോലിയൊക്കെ എടുക്കുന്നുണ്ടോ എന്ന് നോക്കണ്ടേ? അപ്പൊ അത് പറ, ഹോം നേഴ്സിനെ നിങ്ങൾക്ക് നിർത്തണം. ഒരു പെണ്ണിനെ അത് മെൻഷൻ ചെയ്ത് പറ, ഒരു പെണ്ണിനെ നിങ്ങൾക്ക് ഇവിടെ നിർത്തണം. ഇവിടെ പറഞ്ഞില്ല കേട്ടോ, നമ്മളൊക്കെ പെണ്ണുങ്ങളെ കാണാതെ കിടക്കുന്ന പോലെ.